ഷാജിയേട്ടാ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു വ്ളോഗറായി മാറിയിരിക്കുന്നു. നാളെ നിങ്ങളുടെ പേരിൽ ഒരു പെൺകുട്ടി പീഡന കേസുമായി വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊരു മെസ്സേജ് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. ഒരു സ്മൈലി മറുപടിയായി കൊടുത്ത് ഞാൻ അയാളുമായി സൗഹൃദം പങ്കിടുകയും ചെയ്തു. ഇതിപ്പോൾ പറയാൻ കാരണം, ഞാനൊരു സുന്നി പെൺകുട്ടിയാണ്. നിങ്ങളുടെ ചില വീഡിയോകൾ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഗുണം നാളെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നൊരു മെസ്സേജ് ഇന്ന് വന്നതാണ്. അതിൻ്റെ നല്ല വശം അയാൾക്കും അയാളുടെ റബ്ബിനും ഞാൻ വിട്ടിരിക്കുന്നു. ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള അവകാശം ആ കുട്ടി നൽകിയില്ല. പറഞ്ഞു വന്നത് ആ മെസ്സേജിൻ്റെ മറ്റൊരു വശമാണ്. ആ മെസ്സേജ് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ കണ്ടന്റുകളും അവതരണ ശൈലിയും ഒരുപാട് ഇഷ്ടമായി, 2 കുത്ത്, ഒരു ഹാർട്ടിൻ്റെ സിമ്പിളും. ഇത്തരം മെസ്സേജുകൾ അയക്കുന്ന പെൺകുട്ടികളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ആളുടെ കൂടെ കുട്ടികളെ ഉപേക്ഷിച്ച് വീട്ടമ്മ ഒളിച്ചോടി, ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് പീഡിപ്പിച്ചു, നഗ്ന ചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി. ഇത്തരം വാർത്തകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ തുടക്കം നിങ്ങൾ എന്നെപ്പോലുള്ളവർക്ക് അയക്കുന്ന ഇത്തരം മെസ്സേജുകളിൽ നിന്നാണ്. സോ നിങ്ങൾക്കൊരാളുടെ വീഡിയോ ഇഷ്ടമായാൽ അതിൽ ചിന്തിക്കാനോ ചിരിക്കാനോ ഉണ്ടെങ്കിൽ ആ കണ്ടന്റ് മാത്രം എടുക്കുക. പറഞ്ഞതാരോ അയാൾക്ക് നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല. അത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സ്ത്രീകളുമായോ മറ്റു സംവിധാനങ്ങളോ ഉപയോഗിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് പകരം ആ വീഡിയോക്ക് ലൈക്ക് അടിക്കാനോ അയാളുമായി ചാറ്റ് ചെയ്യാനോ ശ്രമിച്ച് നന്മ വാരി വിതറുന്നവരെ തിന്മയുടെ വാഗ്ദാക്കളാക്കി മാറ്റരുത്. എത്രയൊക്കെ പുരോഗമനം വാദിച്ചാലും പെണ്ണിന്റെ രൂപം, പെണ്ണിന്റെ ഭാവം, പെണ്ണിന്റെ സ്വഭാവം, പെണ്ണിന്റെ മെസ്സേജ് ഒരാണിനെ വഴിതെറ്റിക്കാൻ ധാരാളമാണ്. ആണെന്ന് പറയുന്ന വർഗത്തോട് പ്രപഞ്ച സൃഷ്ടാവ് സ്ത്രീകളെ അറിയാതെ നോക്കിപ്പോയാൽ രണ്ടാമതൊന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കിടപ്പറയിലേക്ക് ഒരു പെണ്ണ് ക്ഷണിച്ചാൽ നാളെയുടെ പരലോകത്തെ ഭയന്ന് സാധ്യമല്ല എന്നൊരാണിന് പറയാൻ സാധിച്ചാൽ അവൻ വിന്നറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബലഹീനത നിങ്ങൾ മനസ്സിലാക്കണം. എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒന്നും തീർച്ചയായും എൻ്റെ വീഡിയോകളിലില്ല. ലൈക്കോ ഷെയറോ കമൻറ്റോ സബ്സ്ക്രൈബോ വരുമാനമോ എൻ്റെ വിഷയം അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം സഹായിച്ചിട്ട് ഒരു ജോലിയുണ്ട്, അതിനുള്ള ആരോഗ്യമുണ്ട്. ഞാൻ 100% സംതൃപ്തനാണ്. ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്, ആരും ഇവിടെ യൂട്യൂബറായി ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ യൂട്യൂബറാക്കുന്നതെന്നാണല്ലോ. എന്നാൽ എന്നെപ്പോലെയല്ല നിങ്ങളിൽ പലരും. നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളിൽ പെൺകുട്ടികളെ പ്രീതിപ്പെടുത്തുന്ന പലതും ഉണ്ടാവാം. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈങ്കിളി കാമുകനെ നിങ്ങളിൽ അവർ കണ്ടെത്താം. പക്വമായി സംസാരിക്കുന്ന ഒരാങ്ങള രക്ഷിതാക്കൾ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായാൽ പോലും തീർച്ചയായും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. നിങ്ങൾക്കുള്ള അവരുടെ ലൈക്കും ചാറ്റും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും ജീവിത സാഹചര്യങ്ങളും നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ അവരെ മാറ്റി നിർത്തണം. എനിക്കൊരു കുടുംബമുള്ളതാണെന്ന് പറഞ്ഞ് അവരെ ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. സമൂഹത്തിന് മുന്നിൽ മാന്യത കാണിക്കാനോ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ അല്ല. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളുടെ അനിയൻ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ മരണം വരെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ, ജീവിതമാകുന്ന ലഹരി ആസ്വദിക്കാൻ യുവതീ യുവാക്കൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ന്യൂജൻ പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെപ്പോലെ മാന്യത കുറവുള്ള ആൺകുട്ടികൾക്ക് പീഡന കേസൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ച ശേഷം പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കാൻ നിർബന്ധിതരാക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പീഡനക്കേസിൽ പെടുത്താതെ അവരുടെ കുടുംബത്തെ നാറ്റിക്കാതെ കിട്ടിയ പീഡനം കൊണ്ട് വാ പൊത്തി മൂടിയിട്ട് പോയിട്ടേ ഇറക്കണം. പുരിഞ്ചിതാ.